നമസ്കാരം. റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് കാണാതായ അൻകാര എയർലൈൻസിന്റെ അറ്റൂണോ AN-24 പാസഞ്ചർ വിമാനം തകർന്നു വീണ വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിമാനം തകർന്നു വീഴുകയായിരുന്നുവെന്ന് റഷ്യൻ എമർജൻസി മന്ത്രാലയം സ്ഥിരീകരിച്ചു. അമുർ പ്രവിശ്യയിലെ ടൈഡയിലേക്ക് പോവുകയായിരുന്ന വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിന് പിന്നാലെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. വിമാനത്തിൽ 43 യാത്രക്കാരും 6 ജീവനക്കാരും ഉൾപ്പെടെ ആകെ 49 പേരാണ് ഉണ്ടായിരുന്നതെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ചൈന അതിർത്തിയോട് ചേർന്നുള്ള അമുർ മേഖലയിലെ ടൈൽഡ നഗരത്തിന് ഏതാനും കിലോമീറ്ററുകൾ അകലെ വെച്ചാണ് വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. റഷ്യൻ വ്യോമസേന ടെഗുലേറ്ററായ റോസാവിയേഷന്റെ ഒരു Mi-8 ഹെലികോപ്റ്ററാണ് കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തകരും അപകട സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. മലമ്പ്രദേശത്താണ് വിമാനം തകർന്നു വീണതെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽപ്പെട്ടവരുടെ നിലയെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഈ അപകടം റഷ്യൻ വ്യോമയാന മേഖലയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. അതേസമയം റഷ്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണതിൽ വൻ ദുരൂഹതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. കാരണം റഷ്യൻ വ്യോമാതിർത്തിക്ക് സമീപം ചൈനയുടെ രഹസ്യ സൈനിക നീക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പറന്നുയർന്ന ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ബന്ധങ്ങളും നിലച്ചു എന്നാണ് വിവരം. വ്യോമയാന വകുപ്പ് വിമാനത്തെ ബന്ധപ്പെടാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വിമാനം തകർന്നു വീണതായാണ് കണ്ടെത്തിയത്. എന്നാൽ ഈ സംഭവം നടന്ന അതേ സമയത്ത് തന്നെ റഷ്യൻ വ്യോമാതിർത്തിക്ക് സമീപം ചൈനീസ് നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും അസാധാരണമായ രീതിയിൽ വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് കേവലം യാദൃശികമല്ലെന്നും ഈ വിമാന അപകടത്തിന് പിന്നിൽ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടോ എന്നും റഷ്യൻ സൈനിക വൃത്തങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അട്ടിമറിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകൾ ചൈനയ്ക്കുണ്ടെന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. റഷ്യൻ അധികൃതർ ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ചൈനയും ഇതുവരെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ മൗനം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം റഷ്യയും ചൈനയും തമ്മിൽ സമീപകാലത്ത് വളരെ ശക്തമായ ബന്ധമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ റഷ്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിലനിൽപ്പിന് ചൈനയുടെ പിന്തുണ നിർണായകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്ന ഊഹാപോഹങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടേണ്ടതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.